الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد ഒരു മുസ്ലിം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ അവന് മുസ്ലിമാകാൻ സാധിച്ചു. എന്നാൽ അതിനനുസരിച്ച് അവൻ്റെ ജീവിതം അവൻ ചിട്ടപ്പെടുത്തൽ അവൻ്റെ ബാധ്യതയാണ്. ഞാനൊരു മുസ്ലിമാണ്, ആ പേരെനിക്കുണ്ട് എന്നതുകൊണ്ട് കാര്യമായില്ല. മറിച്ച് അവൻ്റെ ജീവിതത്തിൽ ഇസ്ലാമികമായ വിശ്വാസകാര്യങ്ങളും കർമ്മങ്ങളും യഥാർത്ഥ രൂപത്തിൽ ശരിപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി അവൻ്റെ വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ കർമ്മ കാര്യങ്ങളെക്കുറിച്ചും സ്വഭാവ മര്യാദകളെക്കുറിച്ചും പഠിക്കൽ നമ്മളുടെ മേൽ അനിവാര്യമാണ്. ആ വിഷയത്തിൽ മുൻകാലം മുതലേ പല രചനകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ദർസുകൾ എടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ വിശ്വാസകാര്യങ്ങളെക്കുറിച്ചും കർമ്മകാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ഒരു കിതാബാണ് അൽ മബാദിഉൽ മുഫീദ ഫി തൗഹീദി വൽ അഖീദതി വൽ ഫിഖ്ഹി ഫി തൗഹീദി വൽ ഫിഖ്ഹി വൽ അഖീദ എന്ന് പറയുന്ന കിതാബ്. المبادئ المفيدة في التوحيد والفقه والعقيدة. المبادئ എന്ന് പറഞ്ഞാൽ പ്രാരംഭം, തുടങ്ങുന്ന കാര്യങ്ങൾ. അൽ മുഫീദ ഉപകാരപ്രദമായത്. ഫി തൗഹീദ് തൗഹീദിൽ, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. വൽ ഫിഖ്, ഫിഖ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കർമ്മശാസ്ത്രം. വൽ അഖീദ വിശ്വാസകാര്യങ്ങൾ. ഈ കാര്യങ്ങളിലുള്ള ചില തുടക്കത്തിൽ നമ്മൾ പഠിക്കേണ്ട ഉപകാരപ്രദമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞ ചെറിയൊരു കിതാബ്. അതിന് 56 പേജേ ആ കിതാബിൻ്റെ വലുപ്പമുള്ളൂ. 56 പേജേ ഉള്ളൂ. ഈ കിതാബ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദ്യവും ഉത്തരവാണ്. അപ്പോൾ കുട്ടികൾക്കും എന്താണ് പഠിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ വലിയവരുടെ കാര്യം എന്താണ്? അതിനേക്കാൾ എളുപ്പമായിരിക്കും. ഇത് രചിച്ചിട്ടുള്ളത് ഫദീലത്തു ഷെയ്ഖ് അബു അബ്ദുറഹ്മാൻ യഹ്യ ഇബ്നു അലി അൽ ഹജൂരി ഹഫിളഹുല്ലാ എന്നവരാണ്. ഷെയ്ഖ് യഹ്യ ഹഫിളഹുല്ലയാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഇതിന് അദ്ദേഹം തുടക്കത്തിൽ ചില കാര്യങ്ങൾ ആമുഖമായി പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, അല്ലയോ മോനെ, എന്താണ് നിനക്ക് ഞാൻ ചില കലിമകൾ, ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അല്ലാഹുവിനെ നിനക്ക് മുന്നിൽ കാണാം. അതായത് എന്ത് കാര്യത്തിനും അല്ലാഹു നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹിനോട് സഹായം തേടുക. ചെറിയ കുട്ടീനോടാണ് ഈ പറഞ്ഞ് കൊടുക്കുന്നത്. വലിയ ആളുകൾക്കും അത് ഉപകാരപ്രദമാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അമ്പിയാക്കൾ അവരുടെ മക്കളോട് മരണത്തിൻ്റെ നേരത്ത് അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്,
ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യാക്കൂബിൻ്റെ അലൈഹിസ്സലാം അദ്ദേഹത്തിന് മരണം വന്ന സന്ദർഭം നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ? ഇദ് ഖാല ലിബനീ, തൻ്റെ മക്കളോട് അദ്ദേഹം പറയാണ്, മാ തഅബുദൂന മിൻ ബഅദി, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? മക്കളെ വിളിച്ച് മരണത്തിൻ്റെ കിടക്കയിൽ അദ്ദേഹം ചോദിക്കുകയാണ്, എന്തിനെയാണ് നിങ്ങൾ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരാധിക്കുക? ഖാലു, മക്കൾ പറഞ്ഞു, നഅബുദു ഇലാഹക, നിങ്ങളുടെ ആരാധനയാണ് ഞങ്ങൾ ആരാധിക്കുക. വ ഇലാഹ ആബായിക, താങ്കളുടെ പിതാക്കളുടെ ആരാധന്മാർ. ആരാണ് പിതാക്കൾ? ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പോലുള്ളവർ. ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്, ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്നിങ്ങനെയുള്ള നിങ്ങളുടെ പിതാക്കളുടെ ആരാധ്യൻ അവനെയാണ് നമ്മൾ ആരാധിക്കുക. ഇലാഹൻ വാഹിദ, ഒറ്റ ഇലാഹിന്, ഏക ഇലാഹിന്. വനഹ്നു ലഹു മുസ്ലിമൂൻ, അവന് ഞങ്ങൾ കീഴ്പ്പെട്ടവരായിരിക്കും. ഇത് മരണത്തിന് മുമ്പേ യാക്കൂബ് അലൈഹി സ്വലാം മക്കളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അവർ മറുപടി പറഞ്ഞത്. പക്ഷെ മരണത്തിൻ്റെ സമയവും അദ്ദേഹം അത് അവരെ മക്കളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയുമാണ്. അപ്പോൾ ഇത് മക്കൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ പ്രായം മുതൽ, ചെറിയ പ്രായമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടവരല്ല നമ്മളുടെ മക്കൾ. അവർക്കിത് പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാമിക കാര്യങ്ങൾ ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്, ചെറിയ പ്രായം മുതൽ. അതിനുവേണ്ടി ചെറിയ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി അഷേഖ് യഹ്യ എഴുതിയ ഒരു കിതാബാണ് ഇത്. അപ്പോൾ ഈ ആമുഖം ഞാനിങ്ങനെ വാക്കോട് വാക്ക് വായിക്കാഞ്ഞത് എന്താണ്? ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അതെന്താണ് ചുരുങ്ങിയ രൂപത്തിൽ അതിൻ്റെ ആശയം പറയുക എന്നാണ് ഉദ്ദേശം. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കിതാബിൻ്റെ കാമ്പിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഓരോന്ന് വായിക്കാം. ഒന്നാമതായി മബാദിഉ തൗഹീദ് വൽ അഖീദ, തൗഹീദിൻ്റെയും അഖീദയുടെയും പ്രാരംഭങ്ങൾ. പ്രാരംഭം എന്ന് പറഞ്ഞാൽ തുടക്ക കാര്യങ്ങൾ. ചോദ്യം 1. നേരത്തെ പറഞ്ഞു ചോദ്യവും ഉത്തരവും എന്നുള്ള അടിസ്ഥാനത്തിലാണ് കിതാബ് പോകുന്നത്. ഇത് ഒരു ചോദ്യം മാത്രം മതി, നമുക്കറിയാവുന്ന ചോദ്യമാണ്. എന്താണ് ചോദ്യം? ഇദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, മൻ ഖലഖക, മൻ ഖലഖക, മൻ ഖലഖക, മൻ ഖലഖക, നിന്നോട് ചോദിച്ചാൽ, നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ, മൻ ഖലഖക എന്ന് ചോദിച്ചാൽ, പുറത്തിരിക്കും, മൻ ഖലഖക എന്ന് നിന്നോട് ഇവിടെ ആരെങ്കിലും ചോദിച്ചാൽ, ഫഖുൽ, അപ്പൊ നീ പറയണം. എന്താണ് പറയേണ്ടത്? ഖലഖനി അല്ലാഹ്, അല്ലാഹു ആണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് പറയണം. മൻ ഖലഖക, നിന്നെ ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഖലഖനി അല്ലാഹ്, അല്ലാഹു ആണ് എന്നെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത് എന്ന് നീ പറയണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്, അറിയാവുന്ന ഉത്തരമാണ്. വഖലഖ ജമീഅൽ മഖ്ലൂഖാത്ത്, എന്നെ മാത്രമല്ല പിന്നെയോ ഇവിടെയുള്ള എന്തൊക്കെ സൃഷ്ടികളുണ്ടോ അതിനൊക്കെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു ആണ് എന്നാണ് നീ മറുപടി പറയേണ്ടത്. ഇനി അത് മാത്രമല്ല, ഇതാണ് ഈ ചോദ്യം എന്തിനാ ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്നവർക്ക് വദ്ദലീലു, അതിനുള്ള തെളിവ്. അള്ളാഹു ആണ് സൃഷ്ടിച്ചത് നമുക്കറിയാം. എന്നാ പറയും, ഖുർആനിൽ നിന്ന് ഒരായത്ത് പറയും, അള്ളാഹു ആണ് എന്നെ സൃഷ്ടിച്ചതെന്ന്. طيب الله خالق كل شيء والدليل قوله تعالى, അതിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ വാക്കാകുന്നു. എന്താണത്? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. അള്ളാഹുവിൻ്റെ കിതാബിൽ അള്ളാഹു പറഞ്ഞ ആയത്താണെന്ത്? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. ഇത് നമുക്ക് അറിയണം, ഇത് നമ്മൾ പഠിക്കണം. അതല്ലാതെ എന്തോ ചെറുപ്പത്തിലെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകുന്നതല്ല. മറിച്ച് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ഇൻഷാ അല്ലാഹ് നമുക്കത് പറ്റും. ഇതെന്തല്ല വലിയൊരു കാര്യമല്ല. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ ഖുർആനിലെ ആയത്താണ്. സൂറത്തു സുമറിലെ 62-ാമത്തെ ആയത്താണ്.
ഇതാണ് ഒന്നാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. ഒന്നാമത്തെ ചോദ്യം, ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ഉത്തരം, ഖലഖനി അല്ലാഹ്, അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്. വഖലഖ ജമീഅൽ മഖ്ലൂഖാത്ത്, എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് അവനാണ്. വദ്ദലീലു ഖൗലുല്ലാഹി തആല, അതിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ വാക്കാകുന്നു. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അള്ളാഹു എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു. അപ്പോൾ ഈ ഒരു ആയത്ത് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യവും ഉത്തരവും അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നിസ്സാരമായൊരു ചോദ്യം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, ഞങ്ങളെ ആരും സൃഷ്ടിച്ചിട്ടില്ല, ഞങ്ങളങ്ങനെ വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്ന ആളുകൾ ഒരുപാടാണ്. എന്നാൽ ഇല്ലായ്മയിൽ നിന്നും ഒരു വസ്തു ഉണ്ടാവുകയില്ല. ഇല്ലായ്മയിൽ നിന്നും ഒരു വസ്തു ഉണ്ടാവുകയില്ല. ഒരു 3 വർഷം മുമ്പ് ഈ സ്ഥലത്തൂടെ വന്ന ആൾ ഈ പള്ളി കാണുകയില്ല. 3 വർഷം മുമ്പ് ഈ സ്ഥലത്തൂടെ വന്ന ആൾക്ക് എന്തില്ല, ഇങ്ങനെ ഒരു പള്ളി ഇവിടെ കാണാൻ കഴിയുകയില്ല. കാരണം ഇത് ഇടില്ലായിരുന്നു. ഇപ്പോൾ ഇതുണ്ട്. അയാൾ പിന്നെ ഇപ്പോൾ വന്നപ്പോൾ അതായി ഇങ്ങനെ ഒരു പള്ളി നിൽക്കുന്നു. ആ ആൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇവിടെ ചില ആളുകൾ വന്നിരുന്നു, ഈ സ്ഥലം പർച്ചേസ് ചെയ്തു, എന്നിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി, അതിനുശേഷം ഒരു പണിക്കാരനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പണിക്കാരെ വെച്ചു, കെട്ടിപ്പണതുയർത്തി, അങ്ങനെ ഒരു പള്ളിയാക്കി. ഇതാണ് മനുഷ്യൻ്റെ ബുദ്ധി അവനോട് പറയുക. ഇവൻ പണി കണ്ടിട്ടില്ലെങ്കിലും, പർച്ചേസ് ചെയ്ത ആധാരം കണ്ടിട്ടില്ലെങ്കിലും, പണം കണ്ടിട്ടില്ലെങ്കിലും, ഇത് ആരുടേതാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും എന്തവനറിയാം? പണിതവനുണ്ട്, പണിത ആൾ ഉണ്ട്. ആൾക്ക് എന്തില്ല, വേറൊന്നും അറിയില്ല. പക്ഷെ എങ്കിലും അയാളോട് ചോദിക്കുകയാണ്, ഇത് പണിതതാണോ ഉണ്ടായതാണോ, താനേ ഉണ്ടായതാണോ? ഉറപ്പായും മനുഷ്യൻ എന്താണ് പറയുക? ഇത് പണിതതാണ്. മനുഷ്യനാണെങ്കിൽ. അതല്ല വേറെ ഏതെങ്കിലും ആണെങ്കിൽ അല്ലാഹു അലം. മനസ്സിലായില്ലേ? ശരി. അതുപോലെ വേറൊരു സൃഷ്ടിയാണ് ഞാൻ. ഒരു 30-32 വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ പോയ ആൾക്ക് എന്നെ കാണാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഒരു 40 വർഷം മുമ്പ് ഇന്ന ആളുടെ വീട്ടിൽ പോയ ആളെ അയാളുടെ വീട്ടിൽ പോയാൽ അയാളെ കാണുകയില്ല, അയാളില്ല. അങ്ങനെ ഇല്ലാത്തൊരാളായിരുന്നു, ഇല്ലാത്ത ഒന്നായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഇല്ല. അബൂഹുദ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ. പറയപ്പെട്ട ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ വാപ്പാക്ക് എന്നെ അറിയില്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ മക്കളെ അറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് ആരാണ് മോനായിട്ട് വരിക എനിക്കറിയില്ല. ഇനി അടുത്ത എനിക്കൊരു മോന് വരാനുണ്ടോ എനിക്കറിയില്ല. വന്നാൽ അവൻ ആരായിരിക്കും അതറിയില്ല. മോനാണോ മോളാണോ എനിക്കറിയില്ല. എന്ത് പേരിടും എനിക്കറിയില്ല. ഇതൊന്നും എനിക്കറിയില്ല. പറയപ്പെടുന്ന ഒരു സംഭവമേ അല്ലായിരുന്നു. ഒരു കാലം മനുഷ്യനുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി, നാം മനുഷ്യനെ സൃഷ്ടിച്ചു കൂടിച്ചേർന്ന ഒരു ഇന്ദ്രിയത്തിൽ നിന്ന്, ബീജത്തിൽ നിന്നും പരീക്ഷിക്കാൻ വേണ്ടി. മനസ്സിലായോ? അള്ളാഹുവാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ഇതല്ലാത്ത വേറൊരു ഉത്തരവും മനുഷ്യന് തരുവാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു, മനുഷ്യൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ബാക്കിയുള്ളവരുടെ കഥ നമ്മൾ സംസാരിക്കുന്നില്ല. തയ്യം. അതായത് ചില ആളുകൾ പറയുന്നുണ്ട്, എന്ത്, ഞങ്ങൾ കുരങ്ങിൽ നിന്നാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. മറിച്ച് മനുഷ്യരിൽ നിന്ന് വന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ. എന്താണത്? ഒരു സൃഷ്ടാവ് ഉണ്ട്. ആ സൃഷ്ടാവാണ് അള്ളാഹു. അള്ളാഹുവാണ് എന്നെ പഠിച്ചത്. അതിന് ഖുർആനിൽ നിന്നുള്ള തെളിവ് ചോദിച്ചാൽ എന്താണ്? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. തമാം. എന്താണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ഉത്തരവും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. തയ്യിബ്. ഇലാ ഹുനാ വല്ലാഹു തആല അഅലം.
അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മളെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്, നമ്മളുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. അള്ളാഹു ഖലഖക്കും വമാ തഅമലൂൻ. അള്ളാഹു പറഞ്ഞതാണ് അള്ളാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. നമുക്ക് സ്വന്തമായൊരു പ്രവർത്തനം സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ. അതായത് സൂറത്തു സ്വാഫാത്തിലെ 96-ാമത്തെ ആയത്താണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.